ഗസയിലെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചതിന് ഫലസ്തീൻ വംശജർക്കെതിരെ നടത്തിയ നരനായാട്ടിന് ഒടുവിൽ ഇറാനു നേരെ ചെന്ന് നടത്തിയ യുദ്ധത്തിന് ഒക്കെ തന്നെ പലിശ സഹിതം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിനും അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരിക്കും. രാജ്യത്തെ ജനതയെയും അവരുടെ കഷ്ടപ്പാടുകളെയും ഒന്നും കാണാതെയും മനസ്സിലാക്കാതെയും യുദ്ധക്കൊതിമൂത്ത് നടന്ന നെതന്യാഹു പടിക്ക് പുറത്ത് കടക്കണമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇറാനിലെ ജനതയ്ക്ക് വിമോചനം നൽകുമെന്നും പറഞ്ഞുകൊണ്ട് ഇറാനോട് യുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ഇപ്പോൾ പാഠം പഠിച്ചു. ഇസ്രായേലിലെ മനുഷ്യരുടെ ജീവനും അവരുടെ ജീവിതവും തകർത്തുകൊണ്ട് അമേരിക്ക പറഞ്ഞത് മാത്രം കേട്ട് യുദ്ധത്തിനിറങ്ങിയതിനെക്കുറിച്ച് ഉറച്ച ശബ്ദത്തിൽ അവർ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ദൈവമുണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല, ചിലതൊക്കെ കാണുമ്പോൾ ഉണ്ടെന്ന് തോന്നും. ഗാസയിലെ പാവം മനുഷ്യരോട് ആ നരാധമൻ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യവും നിലവിൽ കുഴപ്പത്തിലിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണത്തിൽ ജൂതരാഷ്ട്രത്തിനുണ്ടായ കനത്ത നാശനഷ്ടം ജനവികാരം നെതന്യാഹുവിനെതിരാവാൻ പ്രധാന കാരണമായിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ 40,000-ലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നും 10,600-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുവെന്നുമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ നിലവിൽ ധനസമാഹരണവും തുടങ്ങിയിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ നിലവിൽ ധനസമാഹരണവും തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രായേലിൽ നൽകിയ വാർത്തയിലുമാണ് നഷ്ടക്കണക്കുകൾ ഉദ്ധരിക്കുന്നത്. നെതന്യാഹുവിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും മോശ കാലഘട്ടം തന്നെയാണ് ഇസ്രായേലിന് സമ്മാനിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം, ഇറാനുമായിട്ടുള്ള ശത്രുത, ലെബനിലെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം തുടങ്ങിയവ തീവ്രമാവുന്നത് ഈ ഘട്ടത്തിലാണ്. ഗാസയിലെ സൈനിക നടപടികൾ, വ്യോമാക്രമണങ്ങൾ, തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം സുരക്ഷയുടെ പേര് പറഞ്ഞാണ് നെതന്യാഹു ന്യായീകരിച്ചത്. എന്നാൽ ഈ യുദ്ധങ്ങളുടെ യഥാർത്ഥ വില നൽകേണ്ടി വന്നത് സാധാരണ മനുഷ്യർക്ക് തന്നെയാണ്. ഗാസയിലെ സിവിലിയന്മാർ, കുട്ടികൾ പലപ്പോഴും ഈ ആക്രമണങ്ങളുടെ ഇരകളായി. യുദ്ധം കനത്ത നാശനഷ്ടങ്ങൾ നൽകി. മനുഷ്യവില നെതന്യാഹുവിന്റെ നയങ്ങൾക്കെതിരായ ഒരു പ്രധാന വിമർശനം തന്നെയാണ്. ഒരമ്മയുടെ കണ്ണുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബോംബാക്രമണത്തിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടവളുടെ വേദന എത്ര ഭീകരമായിരിക്കും. ഒരു പിതാവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അത് എത്രത്തോളം നിസ്സഹായമാണ്. ഈ വേദനകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നെതന്യാഹു എങ്ങനെയാണ് സുരക്ഷ എന്ന വാദം പറയുക? അത് പലപ്പോഴും പൊള്ളയായിട്ടാണ് നമുക്ക് തോന്നുക. നെതന്യാഹുവിന്റെ ഭരണകാലത്ത് സമാധാന ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീനുമായുള്ള ദുരാഷ്ട്ര പരിഹാരം, അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തിന്റെ ഹാർഡ് ലൈൻ നിലപാടുകൾ മൂലം തടസ്സപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റങ്ങൾ വിപുലീകരിക്കാനുള്ള തീരുമാനം ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ അവഗണിക്കുന്നതിനായി. ഇത് സംഘർഷത്തിന്റെ വേര് തോണ്ടിയെടുക്കുന്നതിന് പകരം അതിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. നെതന്യാഹുവിന്റെ നയങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ പോലും ദോഷകരമായി ബാധിച്ച നയങ്ങളാണ് നെതന്യാഹു ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അമേരിക്കയുമായുള്ള ശക്തമായ ബന്ധം പോലും ചില സന്ദർഭങ്ങളിൽ പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. ഇറാനുമായുള്ള ശത്രുത, റഷ്യയുമായുള്ള സങ്കീർണമായ ബന്ധം ഇവയെല്ലാം ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്താനാണ് ഇടയാക്കിയത്. ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് എന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങളുമായി, അതായത് മറ്റ് ശക്തികളുമായി സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന് പകരം നെതന്യാഹുവിന്റെ നയങ്ങൾ പലപ്പോഴും ശത്രുതയാണ് വളർത്തിയത്. അതായത് ആര് പറഞ്ഞാലും അനുസരിക്കാതെ, ആർക്കും ഒരു കൂസലും നൽകാതെ നരനായാട്ട് തുടരുന്ന നെതന്യാഹുവിനെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഒറ്റപ്പെടുത്തുകയും മാത്രവുമല്ല വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിന്റെ യുദ്ധനയങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷ എന്ന ലക്ഷ്യത്തിന് വേണ്ടി നടപ്പിലാക്കപ്പെട്ടവയാണെങ്കിലും അവ മനുഷ്യജീവനുകളിൽ ചെലുത്തിയ ആഘാതം അവഗണിക്കാനാവുന്നില്ല. ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം തന്റെ ജനങ്ങളുടെ സുരക്ഷ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവനും സമാധാനവും ഉറപ്പാക്കുക എന്നതുകൂടിയാണ്. നെതന്യാഹുവിന്റെ നയങ്ങൾ ഈ മാനുഷിക ഉത്തരവാദിത്തത്തിൽ പരാജയപ്പെട്ടു എന്നതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യം നിലവിൽ കട്ടപ്പുകയാണ് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ജൂതരാഷ്ട്രത്തിനുണ്ടായ കനത്ത നാശനഷ്ടം ജനവികാരം നെതന്യാഹുവിനെ എതിരാക്കി തിരിച്ചു. സ്വന്തം ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, അവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാതെ യുദ്ധക്കൊതി മൂത്ത് നടക്കുന്ന ഒരു നേതാവ് എന്തിനാണ് തന്റെ രാജ്യത്തിന് എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് എത്രത്തോളം പ്രസക്തമാണ് അല്ലേ? പല പാശ്ചാത്യ മാധ്യമങ്ങളും യുദ്ധത്തിലെ
നടത്തിയ നഷ്ടക്കണക്കുകൾ നിരത്താൻ മടിച്ചുവെങ്കിലും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് എത്രത്തോളം പ്രഹരമാണ് ഇറാൻ ഏൽപ്പിച്ചത് എന്ന കാര്യം. ഇറാനെ പോയി ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാമെന്നാണ് ഇസ്രായേൽ കരുതിയെങ്കിൽ വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് നേരിടേണ്ടി വന്നത്. അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് മേലെയും ഇറാൻ നിറയൊഴിച്ചു. ഇതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ തീരുമാനം കുറച്ച് വൈകിയെന്ന് പറയാതെ വയ്യ. അപ്പോഴേക്കും ജനങ്ങൾ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നതിന്റെ സൂചനയാണ് ഇസ്രായേലിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേലിലെ ഓരോ കുടുംബവും സാമ്പത്തികമായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. തെരുവുകളെല്ലാം ഏറെക്കുറെ തകർന്നു കിടക്കുകയാണ്. പലർക്കും ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. കടകളും അടഞ്ഞു കിടക്കുന്നു. ശമ്പളവും ഇല്ലാതായി. വീടുകൾ വാസയോഗ്യമല്ലാതായി മാറിയത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പുറത്തുവരുന്ന ദൃശ്യങ്ങളും ഇതിനെ സാധൂകരിക്കുന്നത് തന്നെയാണ്. അതായത് ഏറെക്കുറെ ഗാസയിൽ നാം കാണുന്നതിന് സമാനമായ കാഴ്ചയാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ കുറഞ്ഞു എന്നതിൽ മാത്രമാണ് ഇസ്രായേലിന് ആശ്വസിക്കാൻ വകയുള്ളത്. അതാകട്ടെ ബങ്കർ കേന്ദ്രീകൃത രാജ്യമായതിനാൽ മാത്രമാണ് പലരും രക്ഷപ്പെട്ടത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതുമൂലം മിസൈൽ വരുമ്പോൾ തന്നെ മുൻകൂട്ടി വിവരങ്ങൾ നൽകി ജനങ്ങളെ ബങ്കറിലെത്തിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ 25-ലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടതും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതും ഇസ്രായേൽ എന്ന രാജ്യത്തിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. മാത്രവുമല്ല വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടാകിട്ടും അയൺ ഡോം അടക്കം തകർത്തുകൊണ്ട് ഇറാൻ മിസൈൽ വർഷം നടത്തിയത് ഇസ്രായേലിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 50ഓളം പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴുമുള്ളത്. ഒരിക്കലും തങ്ങളുടെ രാജ്യത്ത് സംഭവിക്കില്ല എന്ന ഇസ്രായേൽ ജനതയുടെ കണക്കുകൂട്ടലുകളാണ് ആദ്യമായി പിഴച്ചിരിക്കുന്നത്. അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇറാൻ മിസൈലുകൾ വ്യാപകമായി ഇസ്രായേൽ പതിക്കുമെന്ന് ഇസ്രായേൽ ഭരണകൂടവും അതുപോലെ തന്നെ ജനങ്ങളും വിശ്വസിച്ചിരുന്നില്ല. ഇറാന്റെ കരുത്ത് മനസ്സിലാക്കുന്നതിൽ വന്ന പിഴവാണ് ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായിട്ട് ലോകം ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് അനവധി വർഷം യുദ്ധം നടത്തിയതും കെടുതികൾ ഏറ്റുവാങ്ങിയതും തിരിച്ചടിച്ചും എല്ലാം പരിചയമുള്ളതിനാൽ തന്നെ ഇപ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങൾ ആ രാജ്യത്തെ സംബന്ധിച്ച് ബാധിക്കുന്നുമില്ല. മാത്രവുമല്ല ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രമാണ്. ഇസ്രായേൽ ഒരു ചെറിയ രാഷ്ട്രമാണ്. അവിടെയുള്ള നഷ്ടക്കണക്കുകൾ കുറവാണെങ്കിലും അവിടെ വലിയ രീതിയിലുള്ള പ്രഹരം ഉണ്ടാകും. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് ഒരു മഹാരാജ്യമാണ്. നമുക്കറിയാവുന്നതാണ്. ആ ഒരു ഭൂപടങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. അവസാന നിമിഷം വരെ ശത്രുവിനെതിരെ പോരാടുക എന്നത് മാത്രമാണ് പേർഷ്യൻ പോരാളികളായി അറിയപ്പെടുന്ന ഇറാനികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ജനത അമേരിക്ക ബോംബാക്രമണം നടത്തിയിട്ട് പോലും പതറാതിരുന്നത്. തിരിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചതും പേർഷ്യൻ പോരാട്ട വീരത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. മാത്രവുമല്ല അവിടെ ഒരാളുടെ പോലും ജീവൻ എടുക്കാതെയാണ് ഒരു വലിയൊരു പ്രഹരം അവർ നൽകിയത്. സമവായത്തിന് രംഗത്തിറങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതും ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രതീകാത്മക ആക്രമണങ്ങൾ തന്നെയാണ്. മുൻകൂട്ടി വിവരം നൽകാതെയും ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇറാൻ ആക്രമണം നടത്തിയതെങ്കിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമായിരുന്നു എന്നത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരേണ്ടത് ഇസ്രായേലിന്റെ മാത്രമല്ല അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്നത് നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ച കാര്യമായതിനാൽ അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് തന്നെയാണ് വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രകോപനം തുടർന്നാൽ വീണ്ടും തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും ഇതിനോടകം തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ച ഒരു ആണവ കരാറിലും ഒപ്പിടാതെയും ഭരണമാറ്റം സംഭവിക്കാതെയും വെടിനിർത്തൽ കരാറിൽ എത്തേണ്ടി വന്നതിൽ ഇസ്രായേൽ വൻ പ്രതിഷേധമാണ് നെതന്യാഹു ഇപ്പോൾ നേരിടേണ്ടി വന്നത്. രാജ്യത്തെ നശിപ്പിക്കാനാണോ ഇറാനുമായി ഏറ്റുമുട്ടിയത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം അവിടെ ഉയർത്തിയിരിക്കുന്നത്. നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ നടക്കുന്ന നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഗസയിലും ലബനിലും സിറിയയിലും ഇറാനിലുമെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഒരു വിഭാഗം ഇസ്രായേലുകാർ ഇന്നും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ വന്ന ഉടനെ തന്നെ ഇപ്പോൾ നെതന്യാഹുവിനെതിരായ നടപടികൾക്ക് വേഗത വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെയും നെതന്യാഹുവിന്റെ രക്ഷയ്ക്കെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നത് എടുത്തു പറയണം. നെതന്യാഹുവിന്റെ എതിരായ അഴിമതി വിചാരണ റദ്ദാക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇറാനുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷത്തിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ അദ്ദേഹം പ്രശംസിക്കാനും മറന്നില്ല. നെതന്യാഹുവിനെതിരായ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇത് ഇസ്രായേലിലെ പ്രതിപക്ഷത്തിനും അവിടുത്തെ നിയമവ്യവസ്ഥയോടുമുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ ഇസ്രായേലിലും കടുത്ത എതിർപ്പാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 2020 വിചാരണ ആരംഭിച്ച 3 വ്യത്യസ്ത കേസുകളിലായി അഴിമതി, സ്വാധീനം ചെലുത്തൽ എന്നിവ കുറ്റങ്ങളാണ് നെതന്യാഹു നേരിടുന്നത്. ക്രിമിനൽ നടപടി നേരിടുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇതേ നെതന്യാഹു തന്നെയാണ്. ഇസ്രായേൽ നിയമപ്രകാരം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹം രാജിവെക്കേണ്ടതായി വരും. ഇത് തിരിച്ചറിഞ്ഞാണ് സകല അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ഇസ്രായേലിലെ കോടതി നടപടികളെ പോലും ഭീഷണിപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും എവിടം വരെ ചെന്നെത്തുമെന്നാണ് നമുക്കിനി കാണാനുള്ളത്. എന്തായാലും അധിക നാളിതൊന്നും ഉണ്ടാവില്ല. ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയൊക്കെ അവർക്ക് എന്തായാലും കിട്ടും തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം അറിവുകൾ എല്ലാവരിലും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.